കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട UDF-ന്റെ കൺവീനർ ശ്രീ MM ഹസൻ അവർകൾ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സമാരാധരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അധോലോക സർക്കാർ രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഇങ്ങനെ ഒരു മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. ഈ സമരം എന്ന് പറയുന്നത് ശശിക്കെതിരെ മാത്രമല്ല, ഈ സമരം എന്ന് പറയുന്നത് അജിത് കുമാറിനെതിരെ മാത്രമല്ല, ഈ സമരം എന്ന് പറയുന്നത് ഇവരുടെ പൊളിറ്റിക്കൽ ബോസായ അധോലോക നായകൻ പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നിങ്ങനെ ഈ സമരവുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്നത്. ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ADGP അജിത് കുമാർ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കൊടി സുനിയോ, കിർമാണി മനോജോ, അണ്ണൻ ഷജിത്തോ, അതല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയോ അല്ല. ഈ കേരളത്തിലെ നമ്പർ 1 ക്രിമിനലിന്റെ പേര് അത് ADGP അജിത് കുമാറാണ് എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമാവുകയാണ്. മറ്റുള്ള കള്ളന്മാർ, കൊള്ളക്കാർ, അവരുടെ പ്രത്യേകത അവർ കള്ളത്തരങ്ങളും കൊള്ളയും മാത്രമേ നടത്തുന്നുള്ളൂ. ഈ അജിത് കുമാറിനെ പോലെയുള്ള കൊള്ളക്കാരുടെ, ട്രെയിൻഡ് കൊള്ളക്കാരുടെ, നക്ഷത്ര ചിഹ്നമുള്ള IPS കൊള്ളക്കാരുടെ പ്രത്യേകത ക്രിമിനൽ നടപടികളോടൊപ്പം അത് മറച്ചു വയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള നിയമത്തിന്റെ സാധ്യതകൾ കൂടി അവർ വിനിയോഗിക്കും. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് താനൂരിലെ കസ്റ്റഡി കൊലപാതകം. സാധാരണ കസ്റ്റഡി കൊലപാതകത്തെ പറ്റി നമുക്കറിയാം. ഏതെങ്കിലും ഒരു കേസിനകത്ത് ചോദ്യം ചെയ്യാനായി വിളിച്ചുകൊണ്ട് വന്നുണ്ടാകുന്ന 3rd ഡിഗ്രിയിൽ അബദ്ധത്തിലാണ് കൊലപാതകം ഉണ്ടാകുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. താനൂരിലേത് അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും ശശിയുടെയും ഒക്കെ സ്വർണ്ണക്കടത്ത് നെക്സസിനെ പറ്റി ഇൻഫോർമറായിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് മറ്റൊരു കേസിന്റെ പേരിൽ താനൂർ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന ഏറ്റവും ഹീനമായ, ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊല ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രീ അബിൻ സൂചിപ്പിച്ചതുപോലെ ആ വിഷയത്തിനകത്ത് CBIയുടെ എൻക്വയറി ഉണ്ട്. CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താ തീരുമാനം? CBIക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾക്ക് ആ കേസ് തെളിയിക്കാൻ ഒരുപാട് ഡമ്മി, പുട്ട് ഡമ്മിയും തേക്ക് ഡമ്മിയും ഒന്നും വേണ്ട. നിങ്ങൾ ആ മെഹസർ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ, ആ മെഹസർ റിപ്പോർട്ടിനകത്തെ പൊരുത്തക്കേടുകൾ നോക്കിയാൽ, താനൂർ സ്റ്റേഷനിലെ CCTV പരിശോധിച്ചാൽ, താനൂർ സ്റ്റേഷനിലെ രാത്രി വാറാവുകാരുടെ ലേബുക്കൊന്ന് പരിശോധിച്ചാൽ, ഈ 3 രേഖകൾ പരിശോധിച്ചാൽ തന്നെ താനൂരിലെ കൊലപാതകത്തിന് പിന്നിൽ സുജിത് ദാസ് ആണ് എന്നും ആ സുജിത് ദാസിന് നിർദ്ദേശം കൊടുത്തത് അജിത് കുമാറാണ് എന്നും, ഇന്നും ആ കേസ് തെളിയിക്കാതെ കിടക്കുന്നത് അജിത് കുമാർ പണ്ട് CBI ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടത്തിയ ആ CBI ബന്ധങ്ങളാണ് എന്നും ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും വരെ ബോധ്യമാകുന്ന കാര്യമാണ്. അപ്പോൾ ആ വിഷയങ്ങളിലൊന്നും അന്വേഷണമില്ല. ഇവിടെ അബിൻ സൂചിപ്പിച്ചതുപോലെ തൃശൂർ പാർലമെന്റ് സീറ്റ് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ കാഴ്ചവെച്ചിട്ടാണ് പിണറായി വിജയൻ ജയിലിൽ പോകാതെ കേന്ദ്ര സേനകളോട് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ആ സെറ്റിൽമെന്റിനും ഷാജ് കിരണുമായിട്ടുള്ളതല്ല, സ്വപ്ന സുരേഷുമായിട്ടുള്ളത് മാത്രമല്ല, RSSന്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഡീലിംഗിൽ പോലും പിണറായി വിജയൻ പറഞ്ഞയക്കുന്ന രാഷ്ട്രീയ മൂന്നാമനാണ് ഈ അജിത് കുമാർ എന്ന് കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
പറഞ്ഞേക്കാം സൂചനയാണിത്, സൂചന മാത്രം.